ഹലോ ഗൈസ്, എന്താ പറയണ്ടേ, എങ്ങനെയാണ് തുടങ്ങേണ്ടതൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. ഞാൻ സ്റ്റാർട്ടിങ് തന്നെ പറയാം. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇത് പെട്ടെന്ന് ഒരു തോന്നൽ ഇരുന്നെടുക്കുകയാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് എൻ്റെ ഹോസ്റ്റലിൽ ലാസ്റ്റ് ഡേ ആണ്. എൻ്റെ കൂടെയുള്ള എല്ലാവരും പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നാളെ ഞാനും കൂടി പോകും. ശരിക്കും ഞാൻ പൊതുവെ ഇങ്ങനെ സൈലൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇങ്ങനെ സൈലൻ്റ് ആയിരിക്കണം, ഒറ്റയ്ക്ക് ഇരിക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ഇരുന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നെന്തോ എനിക്ക് ഈ സൈലൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഹേർട്ടാവുന്നത്. കാരണം ഇത്ര ദിവസം കുറച്ച് പിള്ളേരാണെങ്കിലും ഭയങ്കര ബഹളവും കാര്യങ്ങളും എല്ലാവരും സംസാരം ഇതൊക്കെ ആയിരുന്നു. ഇന്നിവിടെ ഫുൾ സൈലൻസ്, ഫുൾ സൈലൻസ്. ഞാൻ അങ്ങനെ എൻ്റെ ലഗേജൊക്കെ പാക്കാക്കി വെച്ചിരുന്നു. അതൊക്കെ ഇങ്ങനെ പാക്കാക്കി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഇനിയൊരു അസർ ലൈഫോ ഇങ്ങനെ ഒരു ഹോസ്റ്റൽ ലൈഫോ കിട്ടൂലല്ലോ. അതൊക്കെ ഞാൻ എപ്പോഴാണ് ശരിക്കും ആലോചിക്കുന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇത്ര ഹേർട്ടാവും ഞാൻ സ്വപ്നത്തിന് പോലും വിചാരിച്ചില്ല. പക്ഷെ എനിക്കത് അതൊക്കെ അറിയുമ്പോൾ ഭയങ്കരമായിട്ട് ഹേർട്ടാവാൻ വേണ്ടി ഞാൻ ഇത്ര ദിവസം വിചാരിച്ചിരുന്നത് എങ്ങനെയും ഈ ഹോസ്റ്റൽ ലൈഫ് ഒന്ന് കഴിഞ്ഞ് കിട്ടണം, ആ ഒരു മൈൻഡിലായിരുന്നു. സത്യം പറയാതെ അങ്ങനെ ഒരു മൈൻഡിലായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് എന്തോ ഹേർട്ടാണ്. ഇവിടുന്ന് എനിക്ക് ദുബായ് വരെ പോകാൻ പറ്റുന്നില്ല. അവിടെ എന്തോ ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒക്കെ വന്നിരിക്കുന്നു, ഞാൻ പോലും അറിയാണ്ട്. ശരിക്കും ഈ 3 വർഷം പറയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിനൊക്കെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ഇവിടെ തന്നെയാണ്. ശരിക്കും പറയും എൻ്റെ ഒരു സെക്കൻഡ് ഹോം എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഇതുപോലെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ഇവിടെ വന്ന ഫസ്റ്റ് ഡേ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ ഹോസ്റ്റലിൽ വന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര കരച്ചിലായിരുന്നു. ആ കരച്ചിൽ ഒരു 6-7 മാസം നീണ്ടു നിന്നിട്ടുണ്ട്. അമ്മാതിരി കരച്ചിലൊക്കെ ആയിരുന്നു. എന്നിട്ട് പിന്നെ ഓക്കെ കുറച്ച് ഇതൊക്കെ ആയി വന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഹോസ്റ്റൽ അത്ര ഇഷ്ടമല്ലാണ്ടായി. അങ്ങനെയൊക്കെ പിന്നെ വീണ്ടും ഓക്കെ വന്ന്. പക്ഷെ ഇപ്പോൾ ഇന്ന് ഞാൻ കുറേ ഇരുന്ന് കരഞ്ഞു. ഇവിടുന്ന് പോകുന്നത് ആലോചിച്ചിട്ട് ഞാൻ ഇന്ത്യ കുറേ ഇരുന്ന് കരഞ്ഞു. കാരണം ഇന്ന് ഞാൻ എൻ്റെ ലാസ്റ്റ് ഡേ അല്ലേ, നാളെ രാവിലെ ആയ ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഞാൻ പോകുമ്പോഴേ ഇനി ഇങ്ങോട്ട് വരില്ലല്ലേ. ഇനി ഇങ്ങോട്ട് വരുന്നെങ്കിലും ഒരു ഗസ്റ്റ് എന്ന രീതിയിലായിരിക്കില്ലേ. ഐ മീൻ ഇപ്പോൾ എനിക്കിവിടെ നിൽക്കാനുള്ള ഒരു ഫ്രീഡം ഇതൊക്കെ ഉണ്ടല്ലോ. ഇനി വരുമ്പോൾ ആ ഒരു ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. ആ ഒരു രീതിയിലേക്ക് നമ്മൾ വരിക. അപ്പോൾ അതൊക്കെ അനുസരിക്കുന്നത് ഭയങ്കര വിഷമമൊക്കെ ആവുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഹോസ്റ്റലിൽ ഓരോ ഭാഗത്തേക്കും ഓരോ സ്റ്റോറി പറയാനുണ്ട്. ചിലപ്പോൾ ഈ റൂമിന്, ഈ അലമാരക്ക്, ഈ വിൻഡോസിന്, ഈ കട്ടിലിന് എല്ലാത്തിനും ഇങ്ങനെ ഓരോ സ്റ്റോറി പറയാനുണ്ടാവും. അത്രത്തോളം മെമ്മറീസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര സ്ട്രേഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഓരോടൊക്കെ ഭയങ്കര അടുത്ത് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ബിൽഡ് ചെയ്ത് പിന്നെ ഒരു ഫാമിലീനെ പോലെയായി. എന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ കുറച്ച് മെമ്മറീസ് മാത്രം ബാക്കി. എന്നിട്ട് ഇപ്പോൾ എല്ലാവരും ഓരോ ദിശയിലേക്ക് പോകുന്നു. ഇനി നമുക്ക് കാണുമോ, ഇനി കോണ്ടാക്ട് ഉണ്ടാവോ ഒന്നും അറിയില്ല. ബട്ട് ഇത്ര ദിവസം ഉണ്ടായിരുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര അടിപൊളി മെമ്മറീസാണ് എനിക്ക് അസർ ലൈഫ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ച്. ശരിക്കും ഹോസ്റ്റൽ ലൈഫ് എനിക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുക. ഞാൻ പറയുമ്പോൾ ഭയങ്കര ഇൻട്രോവേർട്ട്. ഞാൻ അങ്ങനെ എല്ലാവരോടും പെട്ടെന്ന് കമ്പനി ആവുമല്ലോ. പക്ഷേ ആൾക്കാരോടൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ എല്ലാവരോടും പെരുമാറണം, എല്ലാവരോടും എങ്ങനെ വർത്താനം പറയണം, എല്ലാവരോടും എങ്ങനെ കൂട്ടുകൊടുക്കണം, അങ്ങനെ എല്ലാ സംഭവം എനിക്ക് ഹോസ്റ്റൽ ലൈഫിൽ നിന്ന് പഠിച്ച്. ശരിക്കും ഒറ്റക്കാണെങ്കിലും എനിക്കിപ്പോൾ നിൽക്കാൻ കഴിയും. അത്രത്തോളം എൻ്റെ ഹോസ്റ്റൽ ലൈഫ് പാകപ്പെടുത്തി എടുത്ത് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആക്കിയിരിക്കുന്നത്. കൂടുതലൊന്നും പറയാനില്ല. ഒരുപാട് മെമ്മറീസും കാര്യങ്ങൾ കൊണ്ട് നാളെ ഇവിടുന്ന് പടിയിറങ്ങുന്നു. എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. ഓക്കെ, ഐ മിസ് യു സോ മച്ച് ഗൈസ്. എല്ലാവരെയും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കില്ലേ, ഇപ്പം ഞാൻ ഇവിടെ ഒറ്റക്കാണ്. ഓക്കെ, ബട്ട് ഈ ബിൽഡിങ്ങിൽ ഫുൾ ഓഫ് മെമ്മറീസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഒരുപാട് മെമ്മറീസ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ.
അപ്പോൾ എല്ലാവരെയും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ കാണാം ഇൻഷാ അല്ലാ. എല്ലാവരും നല്ല നിലയിലെത്തട്ടെ, ദുആയിൽ ഉൾപ്പെടുത്തുക. ഓക്കെ ഇൻഷാ അല്ലാ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.